എല്ലാവർക്കും നമസ്കാരം. ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ പോലീസ് കോൺസ്റ്റബിൾ ജോലി സ്വപ്നം കാണുന്ന എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ എത്തിയിട്ടുള്ളത്. നിങ്ങൾ നേരത്തെ ഒരു ഷോർട്ട് വീഡിയോ കണ്ടിട്ടുണ്ടാവും. അതിൽ ഞാൻ ചെറിയ രീതിയിൽ നോട്ടിഫിക്കേഷൻ പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ റിലീസ് ആയിട്ടുണ്ട്. ഈ വീഡിയോയിൽ വിശദമായിട്ട് പരിശോധിക്കാനായിട്ട് പോകുന്നത് CRPF റിക്രൂട്ട്മെന്റ് പൂർണ്ണ വിവരങ്ങൾ, കേരളത്തിലെ വാക്കൻസികൾ എത്രയാണ്, ഏജ് ലിമിറ്റ്, ക്വാളിഫിക്കേഷൻ, ഫിസിക്കൽ ടെസ്റ്റുകൾ, സിലബസ്, എക്സാം പ്രിപ്പറേഷൻ പ്ലാൻസ് തുടങ്ങിയവയാണ്. അതിനാൽ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടൊരു ഐഡിയ ലഭിക്കുകയുള്ളൂ. ഈ റിക്രൂട്ട്മെന്റിന്റെ വിശദ വിവരത്തിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താൻ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടനടി തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു ഇൻഫർമേഷൻ ജോലി തേടുന്ന സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഉപകാരപ്പെടും. വീഡിയോക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ടും തരാം. ഇനി ഈ റിക്രൂട്ട്മെന്റ് വിശദ വിവരത്തിലോട്ട് കടക്കാം. ഇത് CRPF സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിലേക്കുള്ള വലിയ റിക്രൂട്ട്മെന്റ് ആണ്. ആകെ ഇന്ത്യയിൽ ഏകദേശം 10,000-ലധികം വാക്കൻസികളാണ് വന്നിട്ടുള്ളത്. കേരളത്തിൽ മാത്രം മെയിൽ കാൻഡിഡേറ്റ്സിന് ഏകദേശം 300-ൽ കൂടുതൽ വാക്കൻസികളും ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 2 പോസ്റ്റുകളാണ് വന്നിട്ടുള്ളത്. ഇനി അപേക്ഷ തീയതികൾ നോക്കാം. അപേക്ഷ സ്റ്റാർട്ട് ആയിട്ടുള്ളത് 2026 ഏപ്രിൽ 20-ാം തീയതിയാണ്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 2026 മെയ് 19-ാം തീയതിയാണ്. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ മോഡിലൂടെ മാത്രമാണ്. ഇനി സാലറി ഡീറ്റെയിൽസ് നോക്കാം. സാലറി വരുന്നത് 21,700 മുതൽ 69,100 വരെയാണ്. അത് ബേസിക് പേ ആണ്. കൂടാതെ DAHR മറ്റ് അലവൻസുകളിൽ ലഭിക്കും. ഇനി ഏജ് ലിമിറ്റ് നോക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. കോൺസ്റ്റബിൾ പോസ്റ്റിന് മിനിമം ഏജ് വരുന്നത് 21 വയസ്സാണ്. മാക്സിമം ഏജ് 27 വയസ്സാണ്. ഈ ഒരു ഏജ് കണക്കാക്കുന്നത് 1/1/2026 അടിസ്ഥാനമാക്കിയാണ്. ഇനി ജനന തീയതിയിലെ പരിധി നോക്കാം. 2/1/1907 മുതൽ 1/1/2003 വരെ ജനിച്ചവർക്കാണ്. ഇതിൽ മറ്റു പോസ്റ്റുകൾക്ക് 18 മുതൽ 23 വയസ്സ് വരെയാണ്. ഏജ് റിലാക്സേഷൻ ഉണ്ട്. SC/STക്ക് 5 വർഷം ഏജ് റിലാക്സേഷനും OBCക്ക് 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ ലഭിക്കും. ശ്രദ്ധിക്കുക, ഏജ് കൃത്യമായി പരിശോധിച്ച ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. ഇനി ക്വാളിഫിക്കേഷൻ നോക്കാം. പൊതുവായി SSLC 10 പാസ് മതി. ഡ്രൈവർ പോസ്റ്റിന് 10 പാസും വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ആവശ്യമാണ്. ഇനി മെക്കാനിക് മോട്ടോർ വെഹിക്കിളിന് 10th പാസും 2 വർഷത്തെ ITയുമാണ്. മറ്റു പോസ്റ്റുകൾ 10th പാസ് മതി. ചില ടെക്നിക്കൽ പോസ്റ്റുകൾക്ക് എക്സ്പീരിയൻസ് ആവശ്യമാണ്. ഇനി അടുത്തത് ഫിസിക്കൽ ടെസ്റ്റുകളാണ്. മെയിൽ കാൻഡിഡേറ്റ്സിന് റണ്ണിംഗ് 5 കിലോമീറ്റർ ആണ്. ടൈം വരുന്നത് 24 മിനിറ്റ് ആണ്. 24 മിനിറ്റിനുള്ളിൽ 5 കിലോമീറ്റർ ഓടണം എന്നതാണ്. ഇനി ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് റണ്ണിംഗ് 1.6 കിലോമീറ്റർ ആണ്. ടൈം വരുന്നത് 8 മിനിറ്റ് 30 സെക്കൻഡുമാണ്. ഇവിടെ ഹൈറ്റ് പറയുന്നുണ്ട്. മെയിൽ കാൻഡിഡേറ്റ്സിന് 170 സെന്റിമീറ്റർ ഉയരവും ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 157 സെന്റിമീറ്റർ ഉയരവും ആവശ്യമാണ്. ഇതിൽ ST കാൻഡിഡേറ്റ്സിന് മെയിലിന് 162 സെന്റിമീറ്ററും ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 150 സെന്റിമീറ്ററുമാണ്. ഇതിന് പുറമെ ചെസ്റ്റ് മെഷർമെന്റ് ഉണ്ടായിരിക്കും. അത് മെയിൽസിന് മാത്രമായിരിക്കും. കൂടാതെ മെഡിക്കൽ ടെസ്റ്റും ഉണ്ടായിരിക്കും. പ്രധാന അറിയിപ്പ്, ഫിസിക്കൽ ടെസ്റ്റിന് ക്വാളിഫൈ ചെയ്താൽ മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കൂ. ഇനി എക്സാം പാറ്റേൺ നോക്കാം. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് നടക്കുന്നത്. ഇതിലെ വിഷയങ്ങൾ ജനറൽ നോളേജ്, മാത്തമാറ്റിക്സ്, റീസണിംഗ്, ജനറൽ സയൻസ്. ഇതിൽ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ഇനി പ്രിപ്പറേഷൻ ടിപ്സ് നോക്കാം. ദിവസവും 100 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. കറണ്ട് അഫയേഴ്സ് ഡെയിലി നോക്കാം. നിങ്ങൾക്ക് ഞാൻ 10 ഡേ പ്രിപ്പറേഷൻ പ്ലാൻ നൽകുന്നുണ്ട്. ഞാൻ തയ്യാറാക്കിയ പ്ലാൻ പ്രകാരം 10 ദിവസവും 100 ക്വസ്റ്റ്യൻസ്, ടോട്ടൽ 1000 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. കൂടാതെ ഗൂഗിൾ ഷീറ്റ്, സെൽഫ് അനലിസ്റ്റ്, കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കിയ ശേഷം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് സഹായകരമായി എന്ന് കരുതുന്നു. അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഉടൻ അപ്ലൈ ചെയ്യുക. അവസാന തീയതി വരെ വെയിറ്റ് ചെയ്യേണ്ട. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റിലൂടെ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള സ്റ്റേറ്റ് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് ജോബ് അപ്ഡേറ്റ് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ജോലി തേടുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ടും തരാൻ മറക്കരുത്. നെക്സ്റ്റ് ഒരു ജോബ് അപ്ഡേറ്റുമായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.